ADGP MR അജിത് കുമാറിനെതിരായ പരാതികളിൽ DGP അന്വേഷണ റിപ്പോർട്ട് നൽകിയതിന് പിന്നാലെ മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയായ ക്ലിഫ് ഹൌസിൽ തിരക്കിട്ട ചർച്ചകൾ നടക്കുകയാണ്. മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി P. ശശി, അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി CM രവീന്ദ്രൻ എന്നിവർ ക്ലിഫ് ഹൌസിൽ തുടരുകയാണ്. DGP ഷെയ്ഖ് ദർവേഷ് സാഹിബ് മുഖ്യമന്ത്രിയെ നേരിട്ട് കണ്ട് റിപ്പോർട്ടിലെ വിവരങ്ങൾ വിശദീകരിച്ചേക്കും. അതേസമയം ക്ലിഫ് ഹൌസിൽ നടക്കുന്നത് പതിവ് ചർച്ച എന്നാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ വിശദീകരണം. ഷഫീദ് റാവുത്തർ ഇപ്പോൾ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. തത്സമയം ഷഫീദ്, ഇതിനെ പതിവ് കൂടിക്കാഴ്ച, മാധ്യമങ്ങൾ ദുർവ്യാഖ്യാനം എന്നിങ്ങനെയൊക്കെയാണല്ലോ CMO വിശദീകരിക്കുന്നത്. എന്തൊക്കെയാണ് വിവരങ്ങൾ ഷഫീദ്? ADGP MR അജിത് കുമാറിനെ സംസ്ഥാന സർക്കാർ ഏതൊക്കെ വിധത്തിൽ സംരക്ഷിക്കുന്നു അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉദാഹരണമായി നമുക്ക് ഈ വാർത്താക്കുറിപ്പിനെ കാണാൻ കഴിയും. കാരണം സാധാരണഗതിയിൽ നമുക്കറിയാം, ഇന്നലെ വളരെ അസാധാരണമായ ഒരു സംഭവം അത് സംസ്ഥാനത്ത് നടന്നു. അതായത് സംസ്ഥാനത്തിന്റെ ക്രമസമാധാന ചുമതലയുള്ള ADGPക്കെതിരെ ഇത്രയധികം അന്വേഷണം, ഇത്രയധികം ഗൗരവമുള്ള അന്വേഷണം അത് DGP നടത്തുന്നു. അതിന്മേലൊരു റിപ്പോർട്ട് കൊടുക്കുന്നു. രാഷ്ട്രീയമായി മുഖ്യമന്ത്രി ഓരോ തവണയും ആവർത്തിച്ചുകൊണ്ടിരുന്നത് ആ റിപ്പോർട്ട് വരട്ടെ, അതിനുശേഷം നടപടി എന്നുള്ളതായിരുന്നു. അതായത് അജിത് കുമാറിനെ പൂർണ്ണമായും സംരക്ഷിക്കുന്ന രീതിയിലേക്ക് മുഖ്യമന്ത്രി കാര്യങ്ങൾ കൊണ്ടുപോയി. മുഖ്യമന്ത്രി പറഞ്ഞ വാക്കനുസരിച്ചിട്ടാണെങ്കിൽ ആ റിപ്പോർട്ട് കിട്ടിയ ശേഷം നടപടി എന്നുള്ളതാണ്. പക്ഷേ ആ റിപ്പോർട്ട് കിട്ടി സമയം ഇത്രയുമായി. കൂടിക്കാഴ്ച ആരംഭിച്ചത്, ക്ലിഫ് ഹൌസിലെ കൂടിക്കാഴ്ചകൾ ആരംഭിച്ചത് രാവിലെ 10 മണിയോടുകൂടിയാണ്. മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി P. ശശി ഉൾപ്പെടെയുള്ള ആളുകൾ, CM രവീന്ദ്രൻ, KK രാഗേഷ് ഉൾപ്പെടെയുള്ള ആളുകൾ ക്ലിഫ് ഹൌസിലേക്ക് എത്തിയിരുന്നു, മുഖ്യമന്ത്രിയെ കണ്ടിരുന്നു. മാത്രമല്ല DGP ഷെയ്ഖ് ദർവേഷ് സാഹിബ് മുഖ്യമന്ത്രിയെ നേരിൽ കണ്ട് ഈ വിവരങ്ങൾ, റിപ്പോർട്ടിലെ വിവരങ്ങൾ ധരിപ്പിക്കാൻ സമയമടക്കമുള്ള കാര്യങ്ങൾ തേടിയതാണ്. പക്ഷേ മാധ്യമങ്ങളുടെ സമ്മർദ്ദം അടക്കമുള്ള കാര്യങ്ങളുണ്ട്. മാത്രമല്ല ഇന്ന് വൈകിട്ട് PV അൻവറിന്റെ പൊതുസമ്മേളനമുണ്ട്. ഏതെങ്കിലും തരത്തിൽ ആ പൊതുസമ്മേളനത്തിന് മുൻപ് ADGP MR അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ നിന്നും മാറ്റിയാൽ അത് PV അൻവർ പൊതുസമ്മേളനത്തിൽ തന്റെ വിജയമായി ഉയർത്തും എന്നുള്ളൊരു ചിന്ത CPM-നെ സംബന്ധിച്ചും സർക്കാരിനെ സംബന്ധിച്ചിട്ടുമുണ്ട്. ആ രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകേണ്ടതില്ല എന്നുള്ളതാണ് സംസ്ഥാന സർക്കാരിന്റെ, മുഖ്യമന്ത്രിയുടെയും ഇപ്പോഴത്തെ തീരുമാനം. ആ തീരുമാനത്തിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ക്ലിഫ് ഹൌസിൽ നടക്കുന്ന കൂടിക്കാഴ്ച. അത് സാധാരണ കൂടിക്കാഴ്ചയാണ്. മുഖ്യമന്ത്രി ഇവിടെ ഉള്ള സമയങ്ങളിലൊക്കെ, തിരുവനന്തപുരത്തുള്ള സമയങ്ങളിലൊക്കെ അങ്ങനെ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി അടക്കമുള്ള ആളോട് വന്ന് മുഖ്യമന്ത്രിയെ കാണാറുണ്ട് എന്നടക്കമുള്ള വിശദീകരണം നൽകുന്നത്. അങ്ങനെ ഒരു വിശദീകരണവും അസാധാരണമായ ഒരു രീതിയായി നമുക്ക് കാണാൻ കഴിയും. ഏതായാലും സർക്കാരിന് മേൽ, മുഖ്യമന്ത്രിക്ക് മേൽ സമ്മർദ്ദം കൂടുകയാണ്. പ്രത്യേകിച്ച് നാളെ നിയമസഭാ സമ്മേളനം കൂടി പുനരാരംഭിക്കുന്നു. നടപടി ഇന്ന് വൈകുന്നേരത്തോടുകൂടി ഉണ്ടായേക്കും എന്നുള്ളത് തന്നെയാണ് നമുക്ക് ലഭിക്കുന്ന സൂചനകൾ. ഉന്മേഷ്, ഷഫീദ് റാവുത്തറാണ് ഇപ്പോൾ ക്ലിഫ് ഹൌസിന് സമീപത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്.